ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോൾ കത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൂർണ്ണമായും സ്വർണ്ണം, പ്രത്യേകിച്ച് ഈ ശില്പങ്ങളും മറ്റുള്ള എല്ലാ ഇടങ്ങളിലും ഈ ശ്രീകോവിലടക്കം എല്ലാ നിലയും 30 കിലോളം സ്വർണം, അത് വിജയ് മല്യയുടെ കാലത്ത് അല്ലെങ്കിൽ 1997 സമയത്ത് വിജയ് മല്യ അത് ആ സ്വർണം പൂശിയിരുന്നു എന്ന് വ്യക്തമാകുന്ന ചില നിർണായകമായ വെളിപ്പെടുത്തൽ ഇപ്പോൾ അന്ന് വിജയ് മല്യയ്ക്കൊപ്പം കൂടെ ഉണ്ടായിരുന്ന വിദഗ്ധൻ കൂടിയായ സെന്തിൽനാഥൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ഇതിൽ ഈ ഒരു എങ്ങനെയാണ് നിങ്ങൾ വിജയ് മല്യയുമായിട്ട് ഇത്തരത്തിലൊരു ഒരുമിച്ചൊരു പങ്കാളിത്തം വരുന്നത് എങ്ങനെയാണ്? അതായത് ഞാൻ താമസിച്ചിരുന്ന വടകരയിലാണ്. എൻ്റെ ഫ്ലാറ്റിൽ തന്നെ മാക്ഡെവലൻ കമ്പനിയുടെ മാനേജർ താമസിക്കുന്നുണ്ടായിരുന്നു, സെയിം ഫ്ലാറ്റിൽ. അപ്പോൾ ആ സമയത്താണ് ഈ ശബരിമലയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. 97 AR ലക്ഷ്മണൻ്റെ ഓർഡർ കിട്ടിയിട്ട് UB ഗ്രൂപ്പിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങിയത് തന്നെ ചെറിയ വിവാദങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓവർകം ചെയ്ത് അവർ ചെയ്ത് തീർത്തു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് എന്നെ എടുത്ത് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകാൻ പറ്റുന്ന ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. 2 കാരണമാണ്. ഒന്ന്, എൻ്റെ അപ്പൂപ്പൻ കൊടുത്ത ഒരു ചരിത്രം എൻ്റെ അവിടെ കിടപ്പുണ്ട്. 1950 വന്നത് കത്തുപിടിച്ച സമയത്ത് എൻ്റെ അപ്പൂപ്പൻ അവിടെ കോപ്പർ ഷീറ്റ് സപ്ലൈ ചെയ്ത രേഖ ദേവസ്വം ബോർഡിൽ തന്നെയുണ്ട്. അപ്പോൾ അത് എനിക്ക് പിന്നീടാണിത് മനസ്സിലായത്, ഇന്ന പോലെയുണ്ട്. എന്നിട്ട് പത്രത്തിൽ വരികയും ചെയ്തു. 1950 ചെയ്ത ചെറുമയൻ തന്നെയാണ് ഈ യോഗം കിട്ടിയേക്കുന്നത് എന്നുള്ള പത്രത്തിൽ വരികയും ചെയ്തു. അങ്ങനെ ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്താണ് ഇവർ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും മഴയിൽ ഒരു ചോർച്ച കണ്ടെത്തിയവർ. അപ്പോൾ അങ്ങോട്ട് ടോട്ടലി അപ്സെറ്റ്. ഈ റിപ്പോർട്ടോട് അവിടെ പോയതിന് ശേഷം വിജയമല്ല റിപ്പോർട്ട് അവിടെ പോയതിന് ശേഷം പുള്ളി ഇവർ പറഞ്ഞതിൻ്റെ അനുസരിച്ച് എന്നെ വിളിക്കുകയാണ്, എന്നെ പോലെ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ചെയ്യാൻ കോൺഫിഡൻ്റ് ആണെന്ന് ചോദിക്കുക. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോകുന്നു, ഞാൻ അണ്ടർടേക്ക് ചെയ്യുന്നു. ഞാനപ്പോൾ പറഞ്ഞ് എനിക്ക് ബോഡിയിൽ നിന്ന് സാക്ഷ്യം വേണം, ഇത് ഇറക്കണം തന്നെ. അങ്ങനെ ബോഡി തന്നെ എനിക്ക് എൻ്റെ സാങ്ഷൻ തരുന്നു, ഞാനിത് ഇറക്കുന്നു. നല്ല ഇൻടാക്റ്റായിട്ട് ദൈവ കടാക്ഷമാണ്. അത് എൻ്റെ ഫസ്റ്റ് മേജർ വർക്കാണത്. അങ്ങനെ റിപ്പയർ വർക്കിൽ അത് റിസ്ക് പിടിച്ച ഒരു ജോബിയും കൂടെയാണ്. അപ്പോൾ ഇൻടാക്റ്റായിട്ട് ചെയ്ത് പെർഫെക്റ്റായിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. തിരുവോണ നക്ഷത്രത്തിൽ അന്നാണ് പുള്ളി കുംഭാഭിഷേകത്തിന് വേണ്ടി ശബരിമലയ്ക്ക് വരുന്നത്. 1998 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ സമയത്തെല്ലാം സംതൃപ്തനായിട്ട് എന്നോട് കൺഗ്രാജുലേഷൻസ്, നന്നായിട്ടുണ്ട്, അടുത്ത വർക്കും വരുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത് ഇവിടുന്ന്. എന്നിട്ട് എന്നോട് തന്നെ പുള്ളി അപ്പം എന്നോട് റിക്വസ്റ്റ് ചോദിക്കുകയാണ്, ഇന്ന പോലെ ബോർഡിൽ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്നാലും നിങ്ങളുടെ നിരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വർഷം ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഞാൻ അവിടെ ശബരിമല ചെല്ലുമ്പോഴേക്കും ഞാനിതെല്ലാം കംപ്ലീറ്റ് നിരീക്ഷിക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ വർക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കംപ്ലീറ്റ് പിക്ചേഴ്സ്, ഈ പിക്ചർ ഉൾപ്പെടെയാണ് ഞാൻ UB ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടായിട്ട് കൊടുത്തേക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഈ ഇൻസ്പെക്ട് ചെയ്ത പോർഷൻസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ദ്വാരപാലകരുടെ 2, ഇവിടുത്തെ ഡോറ്, മുകളിലത്തെ റൂഫ്, ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം വെക്കുമ്പോൾ എത്ര കിലോ? എല്ലാം മൊത്തത്തിൽ ഈ ടോപ്പിലെ റൂഫ്, ഈ മകുടം, 3 കലശം, അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഈ പോർഷന്, ഇത് കൂടാണ്ട് ഭണ്ണാരത്തിൻ്റെ അവിടെയുള്ള സ്വർണം പൂശിയത്, ആ സൈഡിലുള്ള ചരിതങ്ങളെല്ലാം ചേർത്തിട്ട് 30.3 കിലോസ് വന്നിട്ടുണ്ട്. ഈ ദ്വാരപാലക ശില്പം മാത്രം ഒരു 5 കിലോസ് വരാൻ, എൻ്റെ നിഗമനത്തിൽ 5 കിലോസ് വരാൻ സാധ്യതയുണ്ട്. കാരണം സ്ക്വയർ ഫുട്ട് ഏരിയ വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഇത്ര യൂസേജ് 2019 സ്വർണം പൂശാൻ കൊണ്ടുപോയ സമയത്ത് ഏകദേശം ഈ 2.5 കിലോ ഡിപ്രീസിയേഷൻ, അതായത് തൊട്ട് പോയിട്ടുണ്ടെങ്കിലും 1.5-1.25 എന്തായാലും കാണണം ഒന്നത്. അപ്പോൾ രണ്ടും കൂടി ഒരു 3-3.5 കിലോ 4 കിലോ കാണാൻ എല്ലാ സാധ്യതയും അതിൻ്റെ അകത്ത്. ഇതൊരു വിവാദമാവുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അവർ പറയുന്നത് ഇത് കൊണ്ടുവരുമ്പോൾ ചെമ്പുവളയായിരുന്നു എന്നുള്ളതാണ്. അത് അവർ ഒന്നില്ലെങ്കിൽ റെക്കോർഡിക്കലായിട്ട് അവർ പ്രൂവ് ചെയ്യണം. ചിലപ്പോൾ സത്യമായിരിക്കാം, നമുക്കത് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് സത്യമാണെങ്കിൽ സാധാരണ ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ കിട്ടുമ്പോൾ എനിക്ക് ഇത്രയും കിലോയിലെ സാധനം കിട്ടും. കാരണം ഗോൾഡാണ് ചെയ്യണത്. മാത്രമല്ല ഇത് എൻ്റെ സ്വന്തം വീട്ടിലെ സാധനമല്ല, ഒരു തേർഡ് പാർട്ടിയുടെ, അതായത് ശബരിമല പോലത്തെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ റെക്കോർഡിക്കലായിട്ട് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എനിക്ക് ഇത്രയും കോപ്പർ ഷീറ്റ് കിട്ടി. ഈ കോപ്പർ ഷീറ്റിൻ്റെ മുകളിൽ ഞാൻ ഈ കോപ്പർ ഗോൾഡ് പൂശിയിട്ടുണ്ട്. ഇന്ന് ഹാൻഡ് ഓവർ എൻ്റെ കാശ് മേടിക്കുക, എൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ 99 വർക്ക് കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് രേഖകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാണേണ്ടതാണ് അവർ കാണിക്കണം. ഇത് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനും 2 പേരെ സൈഡിലാണ് കിടക്കണം. ഒന്ന് ദേവസ്വം ബോർഡ് വന്നിട്ട് കൊടുത്തു വിട്ടതിൻ്റെ രേഖ കാണിക്കണം. ദാറ്റ് ഗോസ് വിത്തൗട്ട് സേ. ഞാനിപ്പോൾ ഒരു വർക്കറായിട്ടല്ല പറഞ്ഞത്, ശബരിമല അതായത് ഒരു ഭക്തനായിട്ടാണ് പറഞ്ഞത്. ഇപ്പം ഞാനാണത് ഇൻവോൾവ് എങ്കിലും നാളെ എന്നോട് ചോദ്യം വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യേണ്ട പ്രോസസ്സ് ഇത് തന്നെയാണ്. എനിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രം എനിക്ക് ഈ ഓർഡർ തന്നു, അതിൻ്റെ രേഖ ഇത്. ഞാൻ ഇത്രയും കിലോയുടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ രേഖ ഇത്. ഇത്രയും ഗോൾഡ് പൂശി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ രേഖയുണ്ട്. അത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്, ഞാൻ അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴും ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ.
ഈ പ്രോസസ്സ് അവിടെ ചെയ്യേണ്ടത്. ഇതേ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ അടിയിൽ വരുന്നതാണല്ലോ അത്. അപ്പോൾ ഇപ്പോൾ ഈ ബാക്കി സ്വർണ്ണം എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിരവധിയാണ്. അത് തെളിയിക്കണം. ഒരു ഭക്തൻ എന്നുള്ള രീതി കൂടി ഞാൻ പറയുകയാണ്, അത് ദേവസ്വം ബോർഡ് 100% അത് അവർ തെളിയിക്കേണ്ട ഒരു സംഭവമാണ്. ഇതിൽ കൃത്യമായിട്ട് ഈ ചിത്രം സഹിതമാണ് താങ്കൾ കാണിച്ചിരിക്കുന്നത്. അതെ, ഞാൻ UB റിപ്പോർട്ടിനെ കൊടുത്തിരിക്കുന്ന ഈ ചിത്രം വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുമ്പിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമല്ല, അതിന് ഇത് രേഖയായിട്ട് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തേക്കണം. പിന്നെ അവർക്ക് ഞാൻ കൊടുത്തത് അഡീഷണൽ ആയിട്ട് കൊടുത്തത് ഇതേപോലത്തെ പ്രോസസ്സാണ് ചെയ്യണം, നിങ്ങളുടെ പേപ്പറിൽ വേണം വെച്ചോളൂ, ഇതേപോലെയാണ് നമ്മൾ ഷീറ്റാക്കുന്നത്. ഷീറ്റാക്കിയതിന് ശേഷം ചെയ്യുന്ന ഇതേപോലെ ഷീറ്റാക്കും, ബുക്കിൽ വയ്ക്കും. ബുക്കിന് ശേഷം നമ്മൾ ഇതേപോലെയാണ് അമാൽഗമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഗോൾഡായിട്ട് മാറുന്നു, നിങ്ങളുടെ റെക്കോർഡിൽ വേണം വെച്ചോ എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കൊല്ലൂരിൽ ചെയ്തവർക്ക്. അപ്പോൾ 24 ക്യാരറ്റ് സ്വർണ്ണമാണോ ഇത്ര ഡെഫിനറ്റ് 24 ക്യാരറ്റ് അല്ലാണ്ട് ഈ അമാൽഗമേഷൻ പ്രോസസ്സിൽ ചെയ്യാൻ പറ്റില്ല, ഹൈലി ഇമ്പോസിബിൾ ആണ്. 2 റീസൺ കൊണ്ടാണ് പറഞ്ഞത്. ടെക്നിക്കലി പറഞ്ഞാൽ 22 ക്യാരറ്റ് ആക്കണമെങ്കിൽ അതിൽ 8.6 കോപ്പർ കയറണം. അപ്പോൾ ആ വെയിറ്റ് വേണം. ഇത് തന്നെ നമ്മൾ ഇതിൻ്റെ ലിക്വിഡേറ്റ് ചെയ്യുമ്പോഴേക്ക് 8.4 കോപ്പർ മാറിപ്പോവും. അപ്പോൾ ഈ 99-ൽ ചെയ്തത് ഇത് പിന്നീട് ഈ 10-20 വർഷം കൊണ്ട് ഈ സ്വർണ്ണത്തിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കുറേ തൊട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് കൊടുത്തിട്ടില്ല. അതേസമയം ഗോൾഡ് പ്ലേറ്റിംഗ് പ്രോസസ്സിൽ അവർ ലോങ് ലാസ്റ്റിന് വേണ്ടി എന്ത് ചോദിച്ചാൽ ക്ലിയർ കോട്ട് കൊടുക്കും. അതുകൊണ്ടാണ് അത് കുറച്ചും കൂടി 5 വർഷത്തിന് പകരം 10 വർഷം നിൽക്കും. എന്നാലും വെയിലെല്ലാം കൊണ്ട് നല്ല വെയിലും മഴയൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ അത് പോകും. പക്ഷേ അമാൽഗമേഷൻസ് അന്ന് പോകില്ല. അങ്ങനെ ഇപ്പോഴും ശബരിമലയുടെ മുകളിൽ ഇത് കംപ്ലീറ്റ് പോകാണ്ടിരിക്കണമെങ്കിൽ തൊടാത്ത പോർഷനാണ്, എന്നാൽ അവിടെയും പോകണമല്ലോ. എന്തായാലും ഈ 20 വർഷം കൊണ്ട് 5 കിലോ ഉണ്ടായിരുന്ന ഈ ദ്വാരപാലക ശില്പം ഉണ്ടായിരുന്ന 5 കിലോ ഉണ്ടായിരുന്ന സ്വർണം എവിടെ പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ സെന്തിൽനാഥനും ചോദിക്കുന്നത്. ക്യാമറമാൻ സച്ചിൻ സജിനൊപ്പം സിബി ജോസഫ്, മീഡിയ 1, കൊച്ചി.